بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين صدق الله العلي العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരാണ്, ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുകയും ആ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതം പാകപ്പെടുത്തുകയും ചെയ്യണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവന്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടു മൂന്ന് ഖുതുബകളിലായി ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ദുൽഹജ്ജ് 1. ഇവിടെയുള്ള അറിഞ്ഞതനുസരിച്ച് നാളെ ദുൽഹജ്ജ് 1 കേരളത്തിൽ പരിഗണിക്കപ്പെട്ടു. ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ പെരുന്നാളിന്റെ ദിവസം യൗമുൽ നഹർ, ബലിയുടെ ദിവസമായ അന്ന് നടത്തുന്ന ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നാം അനിവാര്യമായും മനസ്സിലാക്കണം. സാധാരണഗതിയിൽ ഉദ്ഹിയ്യത്ത് ദീർഘമായി ഒരു ഖുതുബ നടത്താൻ മാത്രമുള്ള ഒരു വിഷയമല്ല. പക്ഷെ അനിവാര്യമായ ചില കാരണങ്ങളാണ് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാലത്തിന്റെ കേട്ടമെന്നോണം പറയാൻ നിർബന്ധിതമായിരിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് അറുക്കുവാനായി നിന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല പറഞ്ഞു, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, അതുകൊണ്ട് അറുക്കേണ്ടതില്ല. നാം ഒരു ഉരുവിനെ നൽകി, അത് ആടായിരുന്നു. അതിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബലിയെടുക്കുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ബലി എന്ന് പറഞ്ഞാൽ തനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് ദൈവിക മാർഗത്തിൽ നൽകുവാൻ സന്നദ്ധനായി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായാഹ്ന കാലത്തുണ്ടായ ഒരു കുഞ്ഞിനെ, ആ കുഞ്ഞിനെ പോറ്റി വളർത്തി 12-13 വയസ്സാകുമ്പോൾ അതിനെ ദൈവമാർഗത്തിൽ ബലി നൽകണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ അതിന് തുനിഞ്ഞിറങ്ങിയ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ചര്യ, അതാണ് ലോക മുസ്ലിങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തനിക്കുള്ള തന്റെ സമ്പത്തും അതുപോലെ തനിക്ക് പ്രിയങ്കരമായ എന്തും അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകുന്നതിന് എനിക്ക് യാതൊരു പ്രയാസവുമില്ല എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ. അല്ലാഹുവിന് വേണ്ടി
രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക, ബലിയറുക്കുക. ആ ബലിയറുക്കുന്ന ദിവസത്തിനാണ് യൗമുൻ നഹർ, അറുക്കുന്ന ദിവസം എന്ന പേരിൽ പെരുന്നാളിന് ആ പേര് വരുവാനുള്ള കാരണം എന്ന് നാം കൂട്ടത്തിൽ മനസ്സിലാക്കും. ഹദീസുകളിലൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് മൻ കാന ലഹു സഅതൻ വലം യുളഹി വല യുസല്ലിബന്ന മുസല്ലാന. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും സാമ്പത്തികമായ സൗകര്യങ്ങൾ ഉണ്ടാവുകയും എന്നിട്ട് അയാൾ ബലി അറുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ വരേണ്ടതില്ല, എന്നുവെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടണ്ട. സാമ്പത്തികമായ സൗകര്യം ഉണ്ടായിട്ട് ബലി അറുക്കാതിരുന്നാൽ ഞങ്ങളുടെ കൂടെ വന്ന് നമസ്കരിക്കേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതായത് അതിന്റെ പ്രാധാന്യം പറയുവാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെയുള്ള വാക്കുകൾ പ്രയോഗിച്ചത്. ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ സുന്ന മുഅക്കദ, ഉദ്ഹിയത്ത് എന്ന് പറഞ്ഞാൽ മുഅക്കദായ സുന്നത്താണ്. ഷാഫി ഇമാമിന്റെ തന്നെ മദ്ഹബിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, സുന്ന മുഅക്കദല്ല, ഫർദ് കിഫായയാണ്. ഫർദ് കിഫായയാണെന്ന് നമുക്കറിയാം. മയ്യത്ത് നമസ്കാരം പോലെയുള്ള സംഗതികൾ ഒരു നാട്ടില് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരുന്നാൽ എല്ലാവരും കുറ്റക്കാരാകുന്നത് പോലെ ഒരു നാട്ടിൽ ഉദ്ഹിയത്ത് അറുക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ അതിന് നാട്ടുകാരെല്ലാവരും കുറ്റക്കാരാകും. അതാണ് ഫർദ് കിഫായ. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ ഫർദാണ്, സുന്നത്തല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് സാമ്പത്തികമായി സൗകര്യമുള്ള ആളുകൾക്ക് ഫർദാണ്, ഒഴിവാക്കാൻ പറ്റൂല. ഇങ്ങനെയൊക്കെയാണ് പണ്ഡിതന്മാരെ ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയ്ക്ക് ശേഷം 10 വർഷം മദീനയിൽ താമസിക്കുമ്പോൾ എല്ലാ വർഷത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയത്ത് അറുത്തിട്ടുണ്ട്, ബലി അറുത്തിട്ടുണ്ട് എന്ന് ഹദീസുകളിലൊക്കെയും വളരെ വ്യക്തമായി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യം ഇങ്ങനെ ഇത്ര പ്രാധാന്യത്തോടു കൂടി പറയുവാൻ മറ്റൊരു കാരണം കൂടി, ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയയിൽ എന്തും പ്രചരിപ്പിക്കപ്പെടുന്ന കാലഘട്ടം. അപ്പൊ ഈ അടുത്ത കാലത്തായി ഒരാള് നടത്തിയ ഒരു ഖുതുബ ഉദ്ഹിയത്തിനെ സംബന്ധിച്ചായിരുന്നു. ആ ഉദ്ഹിയത്തിനെ സംബന്ധിച്ച് അദ്ദേഹം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്ത ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന് നിങ്ങളുടെ മാംസമോ രക്തമോ ആവശ്യമില്ല, നിങ്ങളുടെ തഖ്വയാണ് വേണ്ടത്. അതുകൊണ്ട് ഉദ്ഹിയത്ത് അറുക്കേണ്ടതില്ല എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. ഇത് പ്രചരിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. പുതിയ തലമുറ, ഈ തലമുറ എന്ന് പറഞ്ഞാൽ സൗകര്യമുള്ള കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കുക എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ വഴിപിഴച്ചു പോകുവാനുള്ള എല്ലാ കാരണങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു വിഷയമായി പറയേണ്ടി വരുന്നത്. ഖുർആനിലെ ചില ആയത്തുകളൊക്കെ അങ്ങനെയാണ്. ആയത്തുകളെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാതിരുന്നാൽ പ്രയാസമാണ്. ഖുർആനിൽ ചിലപ്പോൾ വൈലുൽ മുസല്ലീൻ എന്ന് കാണും. അതിന്റെ അർത്ഥം നമസ്കാരക്കാർക്കാണ് നാശം എന്നാണ്. വാക്കിനർത്ഥം അങ്ങനെയാണ്. അപ്പോൾ ഒരാൾ പറയാണ് നമസ്കരിക്കുന്നവർക്ക് നാശമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് നമസ്കരിക്കാതിരിക്കുകയാണ് വേണ്ടത്. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് ദൃഢത വരുന്നത് വരെ നീ ഇബാദത്ത് ചെയ്യുക. ഒരാളോട് ചോദിച്ചാൽ നീ എന്തുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നില്ല, അയാൾ മറുപടി പറയണം, എനിക്ക് ദൃഢത ഉറപ്പ് വന്നിരിക്കുന്നു, ഇനി ഞാൻ ഇബാദത്ത് ചെയ്യേണ്ടതില്ലല്ലോ. ഖുർആൻ അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെ മതിയാണല്ലോ.
ഇങ്ങനെ കുറെ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുന്ന പല സൈസ് ആളുകളുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു യുക്തിവാദി കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. കേസ് എന്താണ്? വഖ്തുലുൽ മുശ്രിക്കീന കാഫ. ഖുർആനിലെ ആയത്താണ്. വഖ്തുലുൽ മുശ്രിക്കീന കാഫ. മുശ്രിക്കീങ്ങളെ, ബിംബാരാധകരെ നിങ്ങൾ വധിച്ചു കളയണം. ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അതുകൊണ്ട് ഈ ഖുർആനിനെ നിങ്ങൾ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. കേസ് തള്ളിപ്പോയി. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇതുപോലെയുള്ള ഓരോ പ്രയോഗങ്ങളാണ്. അപ്പൊ ഞാനീ പറഞ്ഞ നിങ്ങളുടെ മുമ്പിൽ ഓടി വെച്ചത് എന്ന് പറഞ്ഞ ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കണം. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പറയുമ്പോൾ എന്നാൽ അത് തന്നെയാണ് ശരി എന്ന രീതിയിൽ നാം അത് കാണേണ്ടതില്ല. അള്ളാഹുവിന് രക്തം വേണ്ട, മാംസം വേണ്ട, തത്വം മതി. അതിനാൽ അറിവ് നടത്തേണ്ടതില്ല. ഇതാണ് മൂപ്പരുടെ വാദം. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ചോ. ഇത് സൂറത്തുൽ ഹജ്ജില് 37-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്താണ് ഈ ഓതിയ ആയത്ത്. അതിന്റെ നേരെ മുകളിലുള്ള ആയത്ത് 36-ാമത്തെ ആയത്ത്, വൽബുദന ജഅൽനാഹാ ലക്കും മിൻ ശഅഇരില്ലാഹ്. ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാക്കിയിരിക്കുന്നു. എന്നിട്ടോ ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് നന്മയുണ്ട്. വദ്കുറു ഇസ്മല്ലാഹി അലൈഹ, അതിന്റെ മേൽ നിങ്ങൾ അല്ലാഹുവിന്റെ നാമം ചൊല്ലണം, അഥവാ ബിസ്മി ചൊല്ലണം. സവാഫ, ഒട്ടകങ്ങളെ നിർത്തിയാണ് അറുക്കാറുള്ളത്. ബുധൻ എന്ന് പറഞ്ഞ ഒട്ടകം. അപ്പോൾ സവാഫ എന്ന അടിയടിയായി നിർത്തിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കണം. ഫഇദാ വജബത് ജുനൂബഹ, അങ്ങനെ ഒട്ടകം അറുത്ത് കഴിഞ്ഞാൽ അത് നിലം പതിക്കും. അങ്ങനെ നിലത്ത് വീണ് കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾ അതിനെ അറുത്ത് കഴിഞ്ഞാൽ ഫകുലൂ മിൻഹ, അതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുക. വഅത്ഇമൂ അൽ ഖാനിഅ വൽ മുഅ്തർ, ഖാനിഅ എന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് തൃപ്തിയാകുന്ന ആളുകളോട് ചോദിക്കുവാൻ മടിയുള്ള ആളുകൾ, അങ്ങനെയുള്ളവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കുക. വൽ മുഅ്തർ, അതുപോലെ തന്നെ ചോദിച്ചു വരുന്ന ആളുകളെയും, രാജകന്മാരെ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു വരുന്ന ആളുകൾ, അവരെയും നിങ്ങൾ ഭക്ഷിക്കും. എന്ന് വെച്ചാൽ ആ ഒരു ആയത്തിലൂടെ തന്നെ ആർക്കാണ് ബലി പിന്നെ അറുത്തതിന് ശേഷം അതിനെ എങ്ങനെയാണ് ഓഹരി വെക്കേണ്ടത് എന്നുപോലും ആ ആയത്തിലൂടെ വിശദീകരിച്ചിരിക്കുന്നു. അപ്പൊ അതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ ആയത്ത് വരുന്നത്. അപ്പോ ശഅഇരില്ല, അതിന്റെ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വൽബുദന ജഅൽനാഹ ശഅഇറ എന്ന പ്രയോഗം, ചിഹ്നങ്ങൾ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാക്കിയിരിക്കുന്നു. ഇപ്രകാരം ബലിയെടുക്കുവാൻ ഉപയോഗിക്കുന്ന ബലിമൃഗങ്ങളെ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നാം ഒരിക്കലും അനാദരിക്കുവാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശഅഇറല്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ഒരിക്കലും തന്നെ അനാദരിക്കരുത്. ഖുർആനിൽ വളരെ വ്യക്തമായ ആയത്താണ്. അപ്പൊ ഈ പറഞ്ഞ നിങ്ങൾ അറിവ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളായ ഒട്ടകങ്ങളെ അറുക്കുവാൻ. അതാണ് ശഅഇറുല്ലാഹ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞു, വദാലിക ലിമൻ വമൻ യുഅദ്ദിം ശഅഇറല്ലാഹ് വഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ഔന്നത്യമുള്ളതാക്കുന്നുവെങ്കിൽ അത് അയാളുടെ ഹൃദയത്തിന്റെ തഖ്വയാണ്, ഹൃദയത്തിന്റെ സൂക്ഷ്മതയാണ് കാണിക്കുന്നത്. അപ്പോൾ തഖ്വയുള്ള ആളുകൾ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ, ശഅഇറുകളെ ബഹുമാനിക്കുകയാണ് വേണ്ടത്, ആദരിക്കുകയാണ് വേണ്ടത്. ഇത് മാത്രമല്ല, ബദലിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്ന സഫാ വൽ മർവ മിൻ ശഅഇരില്ലാഹ്, സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ് എന്നൊക്കെയും നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക. അത് അല്ലാഹുവിനെ മാത്രമല്ല, നമ്മളായിരിക്കും ഇപ്പോൾ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രത്തിന്
രാഷ്ട്രത്തിൻ്റെതായ ചായകൾ ഉണ്ടാവുന്നതാണ്. ഉദാഹരണമായിട്ട് നമുക്കൊരു പതാക എടുക്കാം. രാഷ്ട്രപതാക, നമ്മളുടെ ഇന്ത്യൻ രാഷ്ട്രപതാക, അതിനെ ആദരിക്കൽ ഓരോ പ്രജകൾക്കും നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം അനാദരവ് കാണിച്ചാൽ കേസെടുക്കുന്ന ഈ ആഗസ്റ്റ് 15-നും റിപ്പബ്ലിക് ഡേക്കൊക്കെ പതാക ഉയർത്താറുണ്ട്. അപ്പൊ ഈ പതാക ഉയർത്തുന്നത് ആരെങ്കിലും അത് തലതിരിച്ചാണ് പതാക ഉയർത്തിയതെങ്കിൽ അതിന് നിശ്ചയിച്ചതായ സമയമുണ്ട്. ആ സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ വൈകുന്നേരം 5 മണിയാവുമ്പോൾ പതാക താഴ്ത്തണം. അത് ചെയ്യാതിരുന്നാൽ അത് അനാദരവായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതിന്റെ പേരിൽ ആരാണോ ചെയ്തത് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ രാജ്യത്തിന്റെ അവസ്ഥയാണ്. ഇതുപോലെയുള്ള അള്ളാഹുവിന്റെ ശഅഅ്, ലോകാധിനാഥനായ അള്ളാഹുവിന്റെ ശഅഅുകളെ ഒരിക്കലും നമ്മൾ അനാദരവ് കാണിക്കുവാൻ പാടില്ല. അതിനെ ആദരിക്കുകയാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ വ്യക്തി അള്ളാഹു ഇപ്രകാരം പറഞ്ഞ അള്ളാഹുവിന്റെ ശഅഅുകളാണ് ബലിമൃഗങ്ങൾ, അതിനെ നിങ്ങൾ അറവ് നടത്തണം, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ആ ആയത്തിനെ വളച്ചൊടിച്ചതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് ബലിമൃഗം ബലിമാംസം വിതരണം ചെയ്യേണ്ടത് എന്ന് പോലും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പ്രകാരം നിങ്ങൾ ബലിയർത്താൽ അതിന്റെ 1/3 അവന്റെ വീട്ടുകാരെ, അതായത് അയാൾ ഭക്ഷിക്കുകയാണ് വേണ്ടത്. അയാളുടെ ദരിദ്രന്മാരായ അയൽവാസികൾ, ദരിദ്രന്മാരാവണമെന്നുമില്ല, അയൽവാസികൾക്കാണ് 1/3 നൽകേണ്ടത്. അല്ലെങ്കിൽ മൂന്നാമത്തെ 1/3 എന്ന് പറഞ്ഞത് മിസ്കീന്മാർക്ക് അല്ലെങ്കിൽ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതുപോലും ആ സംഗതികൾ വിശദീകരിച്ച കൂട്ടത്തിൽ ഒരു ഹദീസ് ഇപ്രകാരമാണ്: മൻ ബാഅ ജിൽദ ഉളുഹിയ്യത്തിൻ ഫലാ ഉളുഹിയ്യത ലഹു. ഉളുഹിയ്യത്ത് അറുത്തിട്ട് അതിന്റെ തോല് ഒരാള് വിൽപ്പന നടത്തി ആ തോല് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ, അതിന്റെ പൈസ സ്വന്തമായി ഉപയോഗിക്കാൻ ഫലാ ഉളുഹിയ്യത ലഹു, അയാൾ ബലി നടത്തിയിട്ടില്ല എന്നുവരെയും ഹദീസ് കാണുവാൻ സാധിക്കും. അപ്പൊ ഇപ്രകാരം അതിന്റെ എല്ലാ വിശദീകരണങ്ങളോടുകൂടി, അതായത് ഖുർആനും ഹദീസും പണ്ഡിതന്മാരും എല്ലാവരും വിശദീകരിച്ച ഒരു സംഗതിക്കാണ് ഒരു ആധുനിക പണ്ഡിതൻ ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ യുവാക്കളെ തെറ്റിക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് സഹോദരന്മാരെ നാം മനസ്സിലാക്കണം. എന്ന ആയത്തിന് അർത്ഥം അള്ളാഹുവിന് വേണ്ട എന്നല്ലല്ലോ, മറിച്ച് അതിന്റെ നേരത്തിനേരെയുള്ള അർത്ഥം അള്ളാഹുവിലേക്ക് എത്തിച്ചേരുകയില്ല. നിങ്ങൾ അറുക്കുന്ന ബലിമാംസം, അതിന്റെ രക്തം അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നില്ല. അതിനെ എത്തുന്നത് എന്താണ്? എന്നാൽ നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിനെ ലഭിക്കുന്നത്. അതും പറയുവാൻ കാരണമുണ്ട്. ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിൽ പെടാത്ത മറ്റു പല ആളുകളും പല ദൈവങ്ങൾക്കും മുമ്പിലും ബലി അർപ്പിക്കാറുണ്ട്. രക്തം കൊണ്ടും മാംസം കൊണ്ടും ഈ ഏതിനെയാണോ അവർ ആരാധിക്കുന്ന ബിംബങ്ങൾ, അവയെ അഭിഷേകം ചെയ്യുന്ന പരിപാടികൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ ആ ബലിമൃഗങ്ങൾക്ക് രക്തവും മാംസവും നൽകുക എന്ന രീതിയാണ് അവർ സ്വീകരിച്ചത്. എന്നാൽ അല്ലാഹു തആല പറയുന്നു, എന്റെ രീതി അതല്ല. എനിക്ക് അങ്ങനെ ആ രക്തവും മാംസവും എല്ലാം എന്നിലേക്ക് എത്തുന്നത് നിങ്ങളുടെ തഖ്വയാണ്. അതായത് നിങ്ങൾ അത് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് അതാണ് ഞാൻ നോക്കുന്നത്. ഇതൊക്കെ പല ആളുകളും ബലി അറുക്കാറുണ്ട്, പേരെടുക്കുവാൻ വേണ്ടി ബലി അറുക്കുന്നവരുണ്ട്. പക്ഷെ അല്ലാഹു തആല ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യണം. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ, അതാണ് നോക്കുന്നത്. അല്ലാതെ ഇദ്ദേഹം പറഞ്ഞ പോലെ അല്ലാഹുവിന് വേണ്ട എന്ന അർത്ഥത്തിലല്ല ഈ ആയത്ത് എന്നുള്ളത് സഹോദരന്മാരെ നാം മനസ്സിലാക്കുക. അപ്പോ തഖ്വക്ക് വേണ്ടിയാണ് ബലിയെടുക്കുന്നത്. ആ ബലിയിലൂടെ അള്ളാഹുവിന്റെ തഖ്വയാണ് നേടുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇയാൾ അത് പറഞ്ഞ് എന്നെ അവസാനിപ്പിച്ചിട്ടില്ല.
രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പരിമൃഗം സാധാരണഗതിയിൽ അത്യാവശ്യം ഒരു 150 കിലോ ഒക്കെ ഉള്ള ഒരു പോത്തിനെ വാങ്ങുകയാണെങ്കിൽ 60,000-70,000 രൂപ കൊടുക്കണം. അപ്പൊ ഇയാൾ പറയാൻ എന്തിനാണ് ഇത്രയും പൈസ വെറുതെ ചെലവഴിക്കുന്നത്? ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ? കാരുണ്യ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? വെറുതെ എന്തിന് ഇത്ര പൈസ നഷ്ടപ്പെടുന്നു? ഇത് അദ്ദേഹത്തിന്റെ വാദമാണ്. ഇങ്ങനെ ആവശ്യമില്ലാതെ നമ്മുടെ പണം നമ്മൾ ചെലവഴിക്കുവാൻ പാടില്ല. ജീവകാരുണ്യ പ്രവർത്തനം പറഞ്ഞു കേട്ടാലും തോന്നും ഇയാൾ പറയുന്നത് വളരെ കാര്യമാണ്, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? വെറുതെ ആൾക്കാരെ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5 ലക്ഷം രൂപയാണിപ്പോ ഗവൺമെന്റ് ഇതിൽ തന്നെ ഏതാണ്ട് ഹജ്ജ് ചെയ്യുവാൻ 4.25 അതിനപ്പുറമൊക്കെയാണ് ഹജ്ജ് ചെയ്യുക. അപ്പൊ ഇയാൾക്ക് പറയാം എന്തിനാണ് വെറുതെ ഇത്രയും പൈസ ചെലവഴിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നത്? ഏതെങ്കിലും പാവപ്പെട്ട ആൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തുകൂടെ? അതല്ലേ നല്ലത്. ഇങ്ങനെ ഏതിന് വേണമെങ്കിലും പറയാം. അപ്പോ ഒരാൾക്ക് തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിൽ എന്നിട്ട് അത് യൂട്യൂബിൽ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഖുത്ബ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എവിടെയാണ് ഖുത്ബ നടത്തിയെന്ന് ഇതിൽ വിശദീകരിക്കപ്പെട്ടില്ല. അദ്ദേഹം നടത്തിയ ഖുത്ബ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചാരിറ്റി യഥാർത്ഥത്തിൽ ഉദഹീയത്തിൽ പോലും ചാരിറ്റിയാണുള്ളത്. ആലോചിച്ച് നോക്കി, അയാൾ ഭക്ഷിച്ചതിന് ശേഷം 2/3 ഭാഗവും മറ്റുള്ളവർക്ക് നൽകണമെന്നാണ്. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്ത് കുറെ അധികം ഉദഹീയത്ത് നടക്കുന്നുണ്ടെങ്കിൽ, ആളുകൾക്ക് ധാരാളം മാംസം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കാം എന്നുവരെയും പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് സഹോദരന്മാരെ നാം മനസ്സിലാക്കും. അപ്പോ ഇസ്ലാമിക നിയമങ്ങളെ പ്രമാണങ്ങൾ നോക്കാതെ തന്റെ യുക്തിക്കനുസരിച്ച് വിശദീകരിക്കുന്ന വ്യാഖ്യാനിക്കുന്ന ഏർപ്പാട് ഒരിക്കലും പറ്റിയതല്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഇസ്ലാമിൽ ബലി കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്, അതിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി നാം ശ്രമിക്കണം. ഇസ്ലാമികമായ കൽപ്പനകൾ ഇതിന്റെ യഥാവിധി മനസ്സിലാക്കുവാൻ അല്ലാഹു തആല നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله نحمده ونصلي على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഈ ദിവസങ്ങളെ സംബന്ധിച്ച് വൽ ഫജ്ർ വലയാലിൻ അശ്ർ ഖുർആനിക പണ്ഡിതന്മാരൊക്കെയും വലയാലിൻ അശ്ർ ഈ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളാണ് എന്ന് വിശദീകരിച്ചായി നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഹദീസ് വളരെ വ്യക്തമായി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായ ദിവസങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് മാമിൻ അയ്യാമിൽ അമലി സ്വാലിഹി ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹുവിനെ അമൽ സ്വാലിഹാത്ത് ചെയ്യുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ മറ്റ് ദിവസങ്ങളില്ല ഈ ദിവസങ്ങളെക്കാളും. അതായത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളാണ് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ദിവസങ്ങൾ. യാനി അയ്യാമുൽ അശ്ർ അഥവാ ദുൽഹജ്ജ് മാസത്തിലെ ഈ 10 ദിനങ്ങൾ. ഇപ്രകാരം പറഞ്ഞപ്പോ യാ റസൂലല്ലാഹ് സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതോ അതിനും ഇതിനേക്കാളും പ്രാധാന്യമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ജിഹാദ് ചെയ്യുന്നതിനും ഇതിനേക്കാളും പ്രാധാന്യമില്ല. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി തുമ്മ ലം യർജി ബിദാലിക ബിശൈ. ഒരു മനുഷ്യൻ അയാൾ തന്റെ സമ്പത്തും ശരീരവുമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുകയും അങ്ങനെ
ഒന്നുമില്ലാതെ മടങ്ങാത്ത എന്ന് വെച്ചാൽ അയാൾ ഷഹീദായി പോവുകയും ചെയ്ത സകലതുമായി ദൈവമാർഗത്തിൽ ഇറങ്ങി ഷഹീദായ ഒരു മനുഷ്യന്റേതൊഴികെ ബാക്കി ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ, അതായത് സൽപ്രവർത്തനങ്ങൾ നടത്തുവാൻ ഉള്ള ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹം ഇതിന് കാരണവും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 10 ദിവസങ്ങൾക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ളത് എന്നത് അദ്ദേഹം പറഞ്ഞിട്ട് ഇജ്തിമാഉ ഉമ്മഹാത്തുൽ ഇബാദത്തി ഫീഹി, എല്ലാ ഇബാദത്തുകളും പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം തന്നെ ആ 10 ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു. അസ്സലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽ ഹജ്ജ്, എല്ലാം തന്നെ ഒരുമിച്ച് കൂടുന്നുണ്ട്. നമസ്കാരവും നോമ്പും സദഖയും ഹജ്ജും എല്ലാം വരുന്ന 10 ദിവസങ്ങളാണത്. അതുകൊണ്ട് മറ്റു ഒരു വിവാദത്തിലും ഇങ്ങനെ വരുന്നില്ല, അല്ലെങ്കിൽ മറ്റു ഏത് ദിവസങ്ങളിലും ഇങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് ദുൽഹജ്ജ് മാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മുടെ കണക്കനുസരിച്ച് നാളെ മുതൽ വരുന്ന 10 ദിവസങ്ങൾ നമ്മുടെ ദിനങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. പരമാവധി സൽപ്രവർത്തനങ്ങൾ വർദ്ധിക്കുവാൻ വേണ്ടി നാം ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. തൗബ ചെയ്യുവാനും അതുപോലെ തന്നെ എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ, ഖുർആൻ പാരായണം നടത്തുവാൻ, നോമ്പ് രക്ഷിക്കുവാൻ, ദാനധർമ്മങ്ങൾ നൽകുവാൻ, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഫർദ് നമസ്കാരങ്ങൾ നിർബന്ധമായും പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കുവാൻ തുടങ്ങി, തക്ബീർ, ദിക്ർ, തഹ്മീദ് തുടങ്ങി എല്ലാം വർദ്ധിപ്പിക്കുവാൻ പറ്റുന്നതായ 10 ദിവസങ്ങളാണ് ഇത് എന്ന് വേറെയും ഹദീസ് ഇതുമായി തന്നെ ബന്ധപ്പെട്ട് പറഞ്ഞു. മാമിൻ അയ്യാമി അഹ്ലം ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി അമലു ഫീഹിന്ന, അല്ലാഹുവിൽ ഏറ്റവും മഹനീയമായ ദിവസങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും സുഹൃത്തുക്കൾ ചെയ്യുവാൻ പറ്റിയ ദിവസങ്ങൾ ഈ 10 ദിവസത്തെക്കാളും കൂടുതൽ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറും അൽഹംദുലില്ലാഹും ഒക്കെയും നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഇതിന്റെ ഫവായിലുകൾ പറയുന്ന, ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠത പറയുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സാധ്യമാകുന്ന വിധത്തിൽ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി സഹോദരന്മാരെ നമ്മളെല്ലാം തന്നെ ശ്രദ്ധിക്കാം. ഒരു കാര്യം കൂടി ഈ വിഷയത്തോട് ചേർത്ത് പറയുവാനുള്ളത്, ഉമ്മു സൽമ റളിയല്ലാഹു അൻഹാ ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ, ദുൽഹിജ്ജ് മാസത്തിലെ ഹിലാൽ നിങ്ങൾ ദർശിച്ചു കഴിഞ്ഞാൽ, വഅറാദ അഹദുക്കും അൻ യുവഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉദ്ഹിയത്ത് ചെയ്യുവാനായി ഉദ്ദേശിക്കുകയും നിയ്യത്ത് ചെയ്യുകയും ചെയ്താൽ, ഫൽയംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി, അയാളുടെ തലമുടിയും അല്ലെങ്കിൽ രോമങ്ങളും നഖവും തന്നെ ഒന്നും തന്നെ മുറിച്ചു കളയരുത്. ഇന്ന് അവസാന ദിവസമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉദ്ഹിയത്ത് നടത്തുന്നത് വരെയും മുഖവും താടിയും മുടിയും പിന്നെ മീശയും അതുപോലെ തന്നെ നഖങ്ങളും ഒക്കെ വെട്ടാതിരിക്കുക എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ സാധ്യമാകുന്ന ദിവസത്തെയും ഈ 10 ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ അവർക്കൊക്കെയും അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സഹോദരങ്ങൾ ഫലസ്തീനിൽ ഇനിയും ഇന്നും ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ തമ്പിൽ പോയി ബോംബ് നടത്തി കുഞ്ഞുങ്ങളായ പലരെയും 40ഓളം ആളുകൾ മരിച്ച ഷഹീദായ സംഭവങ്ങൾ. അല്ലാഹു തആല എത്രയും വേഗത്തിൽ അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. ഇപ്പോഴും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു തആല അവരെയും നമ്മയും എല്ലാം തന്നെ ഏറ്റവും അവരുടെ സുഖലോക സ്വർഗത്തിൽ നിർമ്മിച്ചു കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشغل خلقنا بالنار ولا تجعلنا من حطب النار.
اللهم انصر المجاهدين في فلسطين، اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في كل مكان. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.